നമസ്കാരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപക ദിനമായിരുന്നു കഴിഞ്ഞ ദിവസം. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലെല്ലായിടത്തും കോൺഗ്രസ് ഉള്ള എല്ലാ നാടുകളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപക ദിനം കൊണ്ടാടിയത് നമ്മൾ അറിഞ്ഞു. നമുക്കറിയാവുന്നതുപോലെ, സാമൂഹ്യ പാഠം പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അറിയാവുന്നതുപോലെ 1885 ഡിസംബർ 28 കോൺഗ്രസ് ഉണ്ടായത്. ബോംബെയിൽ വെച്ചാണ് സ്ഥാപിക്കപ്പെട്ടത്. 170 കൊല്ലമായി കോൺഗ്രസ് ഉണ്ടായിട്ട് എന്നർത്ഥം. കോൺഗ്രസിന്റെ 170ാം പിറന്നാളിന്റെ ആഘോഷം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നിയ ഒരു സന്ദേഹമുണ്ട്. അത് കോൺഗ്രസിനെതിരായി ഉയർന്നു കേൾക്കുന്ന ഏറ്റവും വലിയ ആരോപണമാണ്. എന്താണത്? അന്നും ഇന്നും എന്നും കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആക്ഷേപം കോൺഗ്രസിൽ ജനാധിപത്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഓരോ തരത്തിലുള്ള ഗ്രൂപ്പുകൾ എല്ലാ പ്രദേശത്തും എല്ലാ കാലത്തും കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഗ്രൂപ്പുകൾ മൂത്താണ് പലപ്പോഴും കോൺഗ്രസ് പിളരേണ്ടി വന്നത്. പിളർന്നാണ് കോൺഗ്രസിന് വലിയ നാശങ്ങൾ ഉണ്ടാക്കിയതെന്ന് പലരും പറയാറുണ്ട്. ഞാൻ ഈ കോൺഗ്രസ് ചരിത്രത്തിലൂടെ ഇങ്ങനെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ കടന്നു പോകുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ ഗ്രൂപ്പിസം ജനാധിപത്യത്തിന്റെ ഒരു വലിയ ആഘോഷമാണ്. ജനാധിപത്യം ഉള്ളതുകൊണ്ടാണ് ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നത്. ഈ ഗ്രൂപ്പുകളാണ് പലപ്പോഴും പിളർപ്പിന് കാരണമാകുന്നത്. പിളർപ്പ് കൊണ്ട് പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്? ഒന്നുകിൽ ആ പിളർപ്പിലൂടെ രൂപപ്പെടുന്ന ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി, ചെറുതായാലും വലുതായാലും, കോൺഗ്രസിന്റെ അടിസ്ഥാന സംസ്കാരവുമായി ഇന്ത്യയിൽ എവിടെയെങ്കിലുമൊക്കെ സേവനം ചെയ്യാൻ അവരുണ്ട്, അവരുടെ സാന്നിധ്യം ഇപ്പോഴും ഉണ്ട് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. രണ്ട്, ഈ പിളർന്നുപോയ പലരും പിൽക്കാലത്ത് അവരുടെ അനുഭവങ്ങളുമായി, പിളർന്നുപോയ കാലത്ത്, വിട്ടുനിന്ന കാലത്തെ അനുഭവങ്ങളുമായി തിരിച്ച് കോൺഗ്രസിലേക്ക് തന്നെ വന്ന് പൂർവാധികം ശക്തിയോടെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തി എന്നതാണ് രണ്ടാമത്തെ പാഠം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു പാഠം, ഈ പിളർപ്പുകളൊക്കെ ഉണ്ടായാലും ആരൊക്കെ പോയാലും വന്നാലും ഒരു മുഖ്യ സംഘടനാ വൃക്ഷം എന്ന നിലയിൽ കോൺഗ്രസിന്റെ കാതലായ സംഘടനാ സംവിധാനത്തിന് കാര്യമായ പരിക്കുകളൊന്നും ഏൽക്കാതെ ചരിത്രത്തിൽ എന്നും നിലനിന്നു എന്നതാണ്. അതുകൊണ്ട് കോൺഗ്രസിലെ വിഭാഗീയത, കോൺഗ്രസിലെ ഗ്രൂപ്പിസം, കോൺഗ്രസിലെ പിളർപ്പ്, കോൺഗ്രസിലെ ലയനങ്ങൾ, ഇതൊന്നും യഥാർത്ഥത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ കഴിഞ്ഞ 170 കൊല്ലത്തെ ചരിത്രത്തെ പരിശോധിക്കുമ്പോൾ കാര്യമായി ആ സംഘടനയെ തളർത്തിയിട്ടില്ല. പകരം കോൺഗ്രസ് ഇങ്ങനെ പിളരും തോറും പടർന്ന് വളർന്നൊരു പാർട്ടിയാണ്. ഇപ്പോൾ ചരിത്രത്തിൽ 10 തവണയെങ്കിലും കോൺഗ്രസ് പ്രധാനപ്പെട്ട പിളർപ്പുകൾ, നിസ്സാരമായ പിളർപ്പുകൾ വേറെയുമുണ്ട്. ചരിത്രത്തിലെ ഈ 170 കൊല്ലത്തിനിടയിൽ ഉണ്ടായ സുപ്രധാനമായ സംഭവങ്ങൾ പരിശോധിച്ചാൽ 10 തവണയെങ്കിലും കോൺഗ്രസ് പിളർന്നിട്ടുണ്ട്. മാത്രമല്ല, ഇന്നിപ്പോ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട 5 6 പ്രാദേശിക പാർട്ടികൾ കോൺഗ്രസിന്റെ ബാക്കി പത്രങ്ങളാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ആ ചരിത്രത്തിലൂടെ ഒന്ന് ഓടിച്ചു പോകുന്നത് കൗതുകം നിറഞ്ഞ കാഴ്ചയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ ഗ്രൂപ്പിസം എല്ലാ കാലത്തും വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. കോൺഗ്രസിലെ ഗ്രൂപ്പിസം പലപ്പോഴും കൃത്യമായ ആശയപരമായ അഭിപ്രായ വ്യത്യാസമായിരുന്നു നമുക്കറിയാം. അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരിൽ ദേശീയ പ്രസ്ഥാനം ഉണ്ടാകുമ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യമല്ലാതെ മറ്റൊരു ലക്ഷ്യവും ഇല്ലാത്ത കാലത്ത് ഈ സഹന സമരത്തിലൂടെ ജയിൽവാസം അനുഭവിക്കുക, കഷ്ടപ്പെടുക എന്നതല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കാനില്ലാത്ത കാലത്ത് കോൺഗ്രസിൽ ഗ്രൂപ്പിസം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അർത്ഥം ഗ്രൂപ്പിസം എല്ലാ കാലത്തും വ്യക്തിപരമായ സ്വാർത്ഥതയുടെ പേരിൽ ഉണ്ടായതാണെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ കോൺഗ്രസിനകത്ത് ആദ്യത്തെ ഗ്രൂപ്പിസം ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടത് ഏതാണ്? അത് 1907 1907 കോൺഗ്രസിനകത്ത് പ്രബലമായ 2 ഗ്രൂപ്പുകൾ ഉള്ളതായി ചരിത്രം പറയുന്നുണ്ട്. കുട്ടികളൊക്കെ അത് പഠിക്കുന്നുണ്ട്. എന്തായിരുന്നു അത്? ഒന്ന് മിതവാദി ഗ്രൂപ്പും മറ്റൊന്ന് തീവ്രവാദി ഗ്രൂപ്പും. മിതവാദി ഗ്രൂപ്പുകൾ ആരൊക്കെയാണ്? ചില്ലറക്കാരല്ല, മഹാന്മാരായ ഋഷിതുല്യരായ മനുഷ്യരാണ് അതിനെ നയിച്ചത്. മിതവാദി ഗ്രൂപ്പ് ആരൊക്കെയാണ്? പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ, ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മേത്ത തുടങ്ങിയവരാണ് മിതവാദി ഗ്രൂപ്പിനെ നയിച്ചിരുന്നത്. അപ്പുറത്ത് തീവ്രവാദി ഗ്രൂപ്പിനെ നയിച്ചിരുന്നവര്, അവരെ ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത് ബാൽ, ലാൽ, പാൽ എന്നാണ്. ആരാണ് ബാൽ? നമുക്കറിയാം, ബാലഗംഗാധര തിലകനാണ്. ലാൽ ആരാണ്? ലാലാ ലജ്പത് റായിയാണ്. പാൽ ആരാണ്? ബിപിൻ ചന്ദ്ര പാലാണ്. ഈ 2 പക്ഷത്തുള്ള മനുഷ്യരോടും വ്യക്തിപരമായി ആർക്കും വിരോധം ഉണ്ടാവില്ല. പക്ഷേ ആശയപരമായി കോൺഗ്രസ് മുന്നോട്ട് പോകേണ്ട ലൈന്, കോൺഗ്രസിന്റെ പ്രവർത്തന രീതിശാസ്ത്രം, അതിനെക്കുറിച്ചൊക്കെ ആയിരുന്നല്ലോ തർക്കം. അതാണ് പ്രധാനപ്പെട്ട ഗ്രൂപ്പിസം. പിൽക്കാലത്ത് 1907 അങ്ങനെ ഒരു വിഭാഗീയത ആരംഭിച്ചുവെങ്കിലും 10 കൊല്ലത്തിനുള്ളിൽ 1916 1907 സൂറത്ത് സമ്മേളനത്തിലാണ് ഈ ഗ്രൂപ്പിസം തുടങ്ങിയതെങ്കിലും 1916 ലക്നൗ സമ്മേളനത്തിൽ 2 ഗ്രൂപ്പ് ഒന്നിച്ചു ചേർന്ന് വീണ്ടും പൂർവാധിക ശക്തിയോടെ പ്രവർത്തിക്കാൻ തീരുമാനിക്കാനുണ്ടായത്. ഇതാണ് കോൺഗ്രസ് ചരിത്രത്തിലെ ആദ്യത്തെ ഗ്രൂപ്പിസം. രണ്ടാമത്തെ ഗ്രൂപ്പിസം 1915 അതെന്തായിരുന്നു? അത് ഇതിനേക്കാൾ മാരകമായിരുന്നു. കോൺഗ്രസിന്റെ സ്വഭാവത്തെ കൂടി ബാധിക്കുന്നതായിരുന്നു. 1915 ഹിന്ദു മഹാസഭ
കോൺഗ്രസിൽ നിന്ന് പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യയുടെ നേതൃത്വത്തിൽ ഒരു സംഘം വിട്ടുപോയിട്ട് ഹിന്ദു മഹാസഭ രൂപീകരിക്കുന്നതായിരുന്നു അത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ ആശയപരമായി തന്നെ പിളർത്തിയ ഒരു സംഭവമായിരുന്നു 1915 വിഭാഗീയത. അത് കഴിഞ്ഞ് 1923 സ്വരാജ് പാർട്ടി ഉണ്ടാകുന്നത്. കോൺഗ്രസിൽ നിന്നൊരു വിഭാഗം ആശയപരമായ തർക്കത്തിൽ വിട്ടുപോയിട്ട് ഉണ്ടായ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. ചിത്തരഞ്ജൻ ദാസും മോത്തിലാൽ നെഹ്റുവിന്റെ സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവിന്റെ അച്ഛൻ മോത്തിലാൽ നെഹ്റു ഒക്കെ ചേർന്നാണ്. അതുകൊണ്ട് തന്നെയാണ് അത് ആശയപരമാണെന്ന് നമ്മൾ പറയുന്നത്. അവരൊക്കെ 1923 ഉണ്ടാക്കിയ സംഘടനയാണ് കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ സ്വരാജ് പാർട്ടി. അത് കഴിഞ്ഞിട്ട് 4ാമത്തെ പിളർപ്പ് ഉണ്ടാകുന്ന 1939. അത് പക്ഷേ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ പിളർപ്പ് അതായിരുന്നു. ഏറ്റവും സങ്കടകരമായ, ഏറ്റവും ആശയപരമായ പിളർപ്പും അതായിരുന്നു. അത് എന്തായിരുന്നു നമുക്കറിയാം. 1939 കാലത്താണ് മഹാത്മാഗാന്ധിയും സുഭാഷ് ചന്ദ്രബോസും രണ്ട് വഴിക്ക് ചിന്തിക്കാൻ തുടങ്ങിയത്. ഒരാൾ അഹിംസാ സമരത്തിന്റെ മാർഗത്തിലും ഒരാൾ സായുധ സമരത്തിന്റെ മാർഗത്തിലും. രണ്ടും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു എന്ന് നമ്മൾ ആദരവോടെ ഓർക്കണം. ഏത് മാർഗം സ്വീകരിക്കണമെന്ന കാര്യത്തിലേ തർക്കം ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിൽ ആർക്കും ഒരു തർക്കം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒടുവിൽ ആൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടി ഉണ്ടാക്കുന്നത്. അതാണ് 1939 പിളർപ്പ്. ഒരു കാര്യം കൗതുകത്തോടെ ഓർക്കണം. കേരളത്തിലെ KPCC പ്രസിഡന്റും സമുന്നതനായ കോൺഗ്രസ് നേതാവുമായിരുന്ന സാക്ഷാൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അവസാന കാലത്ത് ഫോർവേഡ് ബ്ലോക്കിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. അതാണ് ഈ 4ാമത്തെ പിളർപ്പ്. 5ാമത്തെ പിളർപ്പ് 1956 അത് മദ്രാസിയിലെ C രാജഗോപാൽ ആചാരി പോയി കോൺഗ്രസിൽ നിന്ന് അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഡെമോക്രാറ്റിക് കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ ഡെമോക്രാറ്റിക് കോൺഗ്രസ് എന്ന പാർട്ടി ഉണ്ടാക്കുന്നത് 1956. അതാണ് 5ാമത്തെ പിളർപ്പ്. 6ാമത്തെ പിളർപ്പ് രാജാജിയുടെ തന്നെ ഡെമോക്രാറ്റിക് കോൺഗ്രസ് പിന്നീട് മറ്റു ചിലരുമായൊക്കെ ചേർന്ന് കുറെ കൂടി മുന്നോട്ട് പോയപ്പോൾ 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ 1959 സ്വതന്ത്ര പാർട്ടിയായിട്ട് മാറി എന്നതാണ്. കോൺഗ്രസിൽ നിന്നുണ്ടായ 6ാമത്തെ പാർട്ടി ആയിട്ട് കാണേണ്ടത് സ്വതന്ത്ര പാർട്ടിയെയാണ്. 7ാമത് ഉണ്ടാകുന്നത് നമ്മുടെ കേരളത്തിലാണ്. നമുക്കറിയാവുന്ന പോലെ 1964 അത്. കോൺഗ്രസിനോടൊപ്പം സഞ്ചരിച്ചിരുന്ന ഒരു വിഭാഗം കോൺഗ്രസിനോട് ആശയപരമായി പിണങ്ങിപ്പോയിട്ട് PT ചാക്കോയുടെ നേതൃത്വത്തിൽ മറ്റൊരു പാർട്ടി ഉണ്ടാക്കി. അതാണ് കേരള കോൺഗ്രസ്. അതുപോലെ തന്നെയാണ് പിന്നീട് 1969 അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിലുണ്ടായ ഏറ്റവും വലിയ പിളർപ്പുണ്ടാകുന്ന 1969. അതിനാണ് നമ്മൾ സിൻഡിക്കേറ്റ് കോൺഗ്രസ് എന്ന് വിളിക്കുന്നത്. ഈ ഇന്ദിരാഗാന്ധിക്കെതിരായി രൂപം കൊണ്ട ഒരു കോൺഗ്രസ് ഗ്രൂപ്പായിരുന്നു അത്. K കാമരാജിന്റെയും മൊറാർജി ദേശായിയുടെയൊക്കെ നേതൃത്വത്തിൽ 1969 പിളർപ്പാണ് പ്രധാനപ്പെട്ട ഒരു പിളർപ്പ്. പിന്നീട് അത് ഈ സിൻഡിക്കേറ്റ് കോൺഗ്രസ് എന്നൊക്കെ നമ്മൾ വിളിച്ചിരുന്ന ആ പാർട്ടി 1977 ജനതാ പാർട്ടി ഉണ്ടായപ്പോൾ ആ പാർട്ടി ലയിക്കുകയാണ് ഉണ്ടായത്. അതാണ് 69 പിളർപ്പ്. അത് കഴിഞ്ഞ് 79 പിന്നീട് ഉണ്ടായ പിളർപ്പ് നമുക്ക് സമീപകാലത്ത് നമുക്ക് ഓർമ്മയുണ്ട്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉണ്ടായ ഇന്ദിരാഗാന്ധി നയിച്ച കോൺഗ്രസിലുണ്ടായ പ്രധാനപ്പെട്ട ഒരു പിളർപ്പായിരുന്നു കോൺഗ്രസ് യു ഫോർ അറസ് ആണ്. ദേവരാജ് അറസിന്റെ നേതൃത്വത്തിലുണ്ടായ കോൺഗ്രസ് ആണ് 1979. പിന്നീട് 1981 അതിലെ തന്നെ മറ്റൊരു ഗ്രൂപ്പ് 1981 ശരത് പവാർ അതിന്റെ പ്രസിഡന്റായി വന്നപ്പോൾ അത് കോൺഗ്രസ് എസ് എന്നുകൂടി അറിയപ്പെട്ടു. ഇങ്ങനെ അഖിലേന്ത്യാ തലത്തിൽ തന്നെ പ്രാധാന്യമുണ്ടായിരുന്ന 10 തവണയെങ്കിലും കോൺഗ്രസ് പിളർന്നു പോയിട്ടുണ്ട്. ഈ സംഘടനകളൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കോൺഗ്രസിന്റെ സംസ്കാരവുമായി ഇന്ത്യയുടെ ദേശീയ ധാരയിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ചെറിയ കാര്യം കൂടി ഓർത്താൽ, സ്വന്തമായി കോൺഗ്രസിൽ നിന്ന് പിളർന്നു പോയതല്ലാത്ത തരത്തിൽ സ്വതന്ത്രമായി പാർട്ടി ഉണ്ടാക്കി പോയ പലരും കോൺഗ്രസിന്റെ സംസ്കാരവുമായി ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ഉണ്ട്. അതിലൊന്ന് 1998 തൃണമൂൽ കോൺഗ്രസ് ആണ്. നമുക്കറിയാവുന്നതുപോലെ ഇപ്പോഴും കോൺഗ്രസിനെ എതിർക്കുന്നുണ്ട്, എന്നാൽ BJPയെയും എതിർക്കുന്നുണ്ട്, ഇടതുപക്ഷത്തെയും എതിർക്കുന്നുണ്ട്. മമതാ ബാനർജി ഉണ്ടാക്കിയ പാർട്ടിയാണ് 1998 TMC. അത് കഴിഞ്ഞ് 99 അടുത്ത വർഷം മഹാരാഷ്ട്രയിൽ സാക്ഷാൽ ശരത് പവാർ തന്നെ NCPക്ക് രൂപം നൽകി, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി. അവരിപ്പോഴും മഹാരാഷ്ട്രയിലെ പ്രബലമായ രാഷ്ട്രീയ പാർട്ടിയായി നിലനിൽക്കുന്നുണ്ട്. മറ്റു ചില സംസ്ഥാനങ്ങളിലും അവരുടെ സാന്നിധ്യമുണ്ട്. ഏതാണ്ട് അത് കഴിഞ്ഞ് പിന്നെ കേരളത്തിലുണ്ടായതാണ് ഒരു പാർട്ടിയാണ് DIC. നമുക്കറിയാവുന്ന പോലെ K കരുണാകരൻ മുൻകൈ എടുത്തുണ്ടാക്കിയ പാർട്ടിയായിരുന്നു. അദ്ദേഹത്തിന് കോൺഗ്രസ് നേതൃത്വത്തോട് അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ ഉണ്ടായ പാർട്ടിയാണ് DIC. ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് എന്നായിരുന്നു അതിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. അത് പിന്നീട് അതിലൊരു വിഭാഗം കോൺഗ്രസിലേക്ക് തിരിച്ചു വരുന്നു, മറ്റൊരു വിഭാഗം NCPയിലേക്കുമാണ് ഉണ്ടായത്. അതുപോലെ വേറൊരു പാർട്ടിയാണ് YSR കോൺഗ്രസ്. YSR കോൺഗ്രസ് പാർട്ടി 2011 ആന്ധ്രയിൽ ജഗൻമോഹൻ റെഡ്ഡി രൂപീകരിച്ച പാർട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ YSRന്റെ പേരിൽ ഉണ്ടാക്കിയ പാർട്ടി. അതും കോൺഗ്രസിന്റെ സംസ്കാരവുമായി ഇപ്പോഴും ആന്ധ്രയിലും പരിസരത്തും സജീവമാണ്. നമ്മൾ കാണണം. 5ാമത് ഒരു പാർട്ടിയെ കൂടി ഓർക്കണം. അതാണ് ഏറ്റവും ഒടുവിൽ കോൺഗ്രസിൽ നിന്ന് പോയി ഉണ്ടാക്കിയ പാർട്ടി. അത് കാശ്മീരിലാണ്. ഗുലാം നബി ആസാദ് രൂപീകരിച്ച പാർട്ടി DPAP എന്നാണ് ആ പാർട്ടിയുടെ പേര്. ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് പാർട്ടി. ആസാദ് അദ്ദേഹത്തിന്റെ സ്വന്തം പേരുമാണ്, സ്വാതന്ത്ര്യം എന്ന അർത്ഥത്തിലുമാണ്. 1907 പിളർപ്പ് തൊട്ട് 2022 പിളർപ്പ് വരെ കോൺഗ്രസ് പാർട്ടിയിലെ പിളർപ്പുകൾ
ആത്യന്തികമായി കോൺഗ്രസ്സിന് ദോഷമല്ല ഉണ്ടാക്കിയത് എന്നും പിളർന്ന കോൺഗ്രസ് ഇന്ത്യയാകെ പടർന്ന് പന്തലിച്ച് വളരുകയാണ് ഉണ്ടായത്. ഇങ്ങനെ പടർന്നു പോയതിൻ്റെ ദോഷം കോൺഗ്രസ് എന്ന പാർട്ടിക്കുണ്ടാവാം. പക്ഷേ ഇന്ത്യയിലാകെ പടർന്നു കയറിയതിൻ്റെ ഗുണം ഇന്ത്യയുടെ രാഷ്ട്രീയ സംസ്കാരത്തിന് കിട്ടിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. തീർച്ചയായിട്ടും അങ്ങനെ പിളർന്ന് പടർന്നു കയറിയ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസിനെ കുറിച്ച് മറ്റെന്ത് ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും വിഭാഗീയത ഉണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്, ജനാധിപത്യം കൂടുതലാണ്, ചിലപ്പോഴൊക്കെ പിളർന്നിട്ടുണ്ട് എന്നതൊന്നും കോൺഗ്രസിൻ്റെ കുറ്റമായിട്ടല്ല, അതിൻ്റെ ജനാധിപത്യത്തിൻ്റെ ആഘോഷമായിട്ട് വേണം നമ്മൾ വായിക്കാൻ. കോൺഗ്രസിൻ്റെ സ്ഥാപക ദിനത്തെ നമ്മളും ആദരപൂർവ്വം നമിക്കുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.